Will you be my better half? ഞാനാണ് അയാള് തിന്നത്. അയ്യോ എനിക്ക് നമ്മള് പ്രേമിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൂ, മനസ്സിലാക്കി എന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് നീ മാത്രമേ ഞാൻ പറഞ്ഞാലും മുന്നേ വേറെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ വായി നോക്കും. ഇപ്പോഴും നോക്കും. എനിക്ക് ഇഷ്ടമായി. നല്ല ചെക്കനെ കണ്ടു ഞാൻ നോക്കാറുണ്ട്. പരിധി വിടാണ്ടിരുന്ന വായിലേക്ക് തന്നെയാണോ? അത് അതറിയില്ല. പറയാതിരിക്കണം നല്ലത്. അതെ, നിങ്ങൾക്ക് അതാ നല്ലത്. ഒരു ഡയമണ്ട് റിംഗ് ആയിരുന്നു ഞാൻ അവൾക്ക് ഗിഫ്റ്റ് ചെയ്തായിരുന്നത്. അതും ഡയറി മിൽക്കും. പാർട്ട്ണർ എന്റെ പേര് പറയും. ആരൊന്നും എല്ലാം മൂടി വെച്ചിരിക്കുകയാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ബാക്കിയുള്ളവരുടെ ജീവിതത്തിലേക്ക് എല്ലാവർക്കും എത്തി നോക്കാനായിട്ട് ഭയങ്കര ഒരു ത്വര. സത്യമായിട്ട് ഞാൻ ബ്ലഷ് ഇട്ടിട്ടില്ല, ഞാൻ മുഖത്തൊരു സാധനം ഇട്ടിട്ടില്ല. എനിക്ക് വേറെ ഒറ്റ ഷെയ്ഡ് പോലും യൂസ് ചെയ്തിട്ട് ഒരു സമാധാനം കിട്ടില്ല. ഞാൻ ഇത് പാരീസിൽ നിന്ന് തന്നെ അവളെ കൊണ്ട് എന്റെ ഫ്രണ്ടിനെ കൊണ്ട് വരുത്തിച്ച് ഞാൻ 2 എണ്ണം കൊണ്ടുപോയ മോളേന്ന് പറഞ്ഞിട്ട് വരുത്തിച്ചപ്പോഴെനിക്കൊന്ന് സമാധാനമായിരുന്നു. ഞാൻ ഉറങ്ങുമ്പോഴായി സാധനം ഇട്ട് കിടക്കും. ഇത് കഴിയുമ്പോ ഒരു ഡിവോഴ്സിനുള്ള പേപ്പർ സൈൻ ചെയ്യാനായിട്ട് ആരെങ്കിലും കണ്ടു. ഇന്റർവ്യൂസ് ആണ് ഓരോരുത്തരും ഡിവോഴ്സ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. എനിക്ക് ഇത്ര നേരം സംസാരിച്ചപ്പം ആദ്യം പറഞ്ഞൊരു കാര്യം ഭയങ്കരമായിട്ട് സ്ട്രൈക്കിംഗ് ആയിട്ട് നിൽക്കാനുണ്ട്. ഇനി ചേച്ചിക്ക് മറ്റേ വിൽ യു മാരി മീ എന്ന് ചോദിച്ചില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് ഉള്ളത്. ഇല്ല, ഞാൻ കംപ്ലൈന്റ് പറഞ്ഞില്ല. അല്ല, എന്നാലും എനിക്ക് അങ്ങനെ തോന്നി. ഞാൻ അതിനുശേഷം എപ്പോഴോ ചോദിച്ചല്ലോ ഇതിന്റെ അടുത്ത്. ഇല്ല, വിൽ യു മാരി മീ ചോദിച്ചില്ല. കണ്ടോ? ഇല്ല, എപ്പോഴോ ഞാൻ ചോദിച്ച പോലെ സ്വപ്നം കണ്ടതാണ്. വേറെ ആരെങ്കിലും അത് ശരിയോ? അത് പറയാൻ പറ്റില്ല. അപ്പൊ 11 കൊല്ലമായല്ലോ പറഞ്ഞേ. ആൾറെഡി ഞാൻ ചോദിച്ചിട്ടുണ്ട്. ആരോടോ ചോദിച്ചിട്ടുണ്ടോ? നീ നിന്നോട് അല്ലെങ്കിൽ എന്തുട്ട് എനിക്ക് എന്നും നീ മാത്രമേ. ഞാൻ പറഞ്ഞാലും മുന്നേ വേറെ ഉണ്ടായിരുന്നു. പക്ഷെ അത്ര സീരിയസ് ഒന്നായിരുന്നില്ല ചേച്ചിയുടെ സീരിയസ് അല്ലേ? നമ്മള് വായി നോക്കുമല്ലോ പൊതുവെ. ഞാനും നോക്കൂട്ടോ. ഇപ്പോഴും ഞാൻ വായി നോക്കും. ഇപ്പോഴും നോക്കും. എനിക്ക് ഇഷ്ടമായി. നല്ല ചെക്കനെ കണ്ടു ഞാൻ നോക്കാറുണ്ട്. പരിധി വിടാണ്ടിരുന്ന വായിലേക്ക് തന്നെയാണോ? അത് അതറിയില്ല. പറയില്ല, ഞാൻ ക്യാമറ ആയിപ്പോയി മുന്നില്, അതുകൊണ്ടാ പറയാതിരിക്കണം നല്ലത്. അതെ, നിങ്ങൾക്ക് അതാ നല്ലത്. ഓക്കെ, അപ്പം നമുക്കൊരു ചെറിയ റിംഗ് ഉണ്ട്. ചേട്ടൻ ചേച്ചീനെ പ്രപ്പോസ് ചെയ്യാം. മാറ്റി പിടിക്കണോ? അത് നോക്കാം. അവൾക്കല്ല ആഗ്രഹം. അത് എത്രത്തോളം നിനക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എനിക്ക് എങ്ങനെ അറിയണേ? അത് സാധാ ബോയ്സ് അല്ലേ ആണ്. അതിലിപ്പോ എന്താ? അങ്ങനെയൊന്നുമില്ല. ബോയ്സ് ഗേൾസ് എന്നുള്ളൊരു ഇതില്ല. എന്തൊരു ചെയ്യണ്ടേ? അങ്ങനെ നല്ല മുട്ടി നിൽക്കണം. അങ്ങനെ കുറച്ച് ക്രിയേറ്റീവ് ആവും. അങ്ങോട്ട് ഉണരട്ടെ, കണ്ടന്റ് വരട്ടെ. എനിക്കറിയില്ല, സത്യമായിട്ട് എനിക്കറിയില്ല. സത്യം എനിക്കറിയില്ല. Will you be my better half? ഞാനാണ് അയാള് തിന്നത്. അയ്യോ എനിക്ക് ഇപ്പം വാലന്റൈൻസ് വീക്ക് ആണ്. അപ്പം വാലന്റൈൻസ് വീക്കിനോ വാലന്റൈൻസ് ഡേനോ എന്തെങ്കിലും പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടോ? വാലന്റൈൻസ് ഡേക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല. സാധാരണ ഒരു ഡയറി മിൽക്ക് അങ്ങോട്ട് കൊടുക്കും, ഒരു ഡയറി മിൽക്ക് കൊടുക്കാറുണ്ട്. എല്ലാ വർഷവും കൊടുക്കാറുണ്ട്. ആ ഒരു ഓർമ്മയ്ക്കായിട്ട് ഓർമ്മ പുതുക്കുന്ന ദിവസം. ഫസ്റ്റത്തെ വാലന്റൈൻസ് ഡേക്ക് എനിക്ക് റിംഗ് തന്നത് ആള്. ഫസ്റ്റ് അതെ, എനിക്ക് തോന്നുന്നു 2014 15 ഒരു ഡയമണ്ട് റിംഗ് ആയിരുന്നു ഞാൻ അവൾക്ക് ഗിഫ്റ്റ് ചെയ്തായിരുന്നത്. അതും ഡയറി മിൽക്കും. ഡയറി മിൽക്ക് മാത്രമേ ഇല്ല. എനിക്ക് എന്തൊക്കെ ലാസ്റ്റ് വാലന്റൈൻസ് ഡേക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യുന്നുണ്ടായോ? ഈ മാലയ്ക്ക് എപ്പോഴാണ് മേടിച്ചത്? ഇത് എന്റെ ബർത്ത്ഡേക്ക് വാങ്ങിയതാ. അറ്റ്ലീസ്റ്റ് ഡയറി മിൽക്ക് എങ്കിലും ഗിഫ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ
നമുക്ക് തരുന്ന ആളിലാണല്ലോ മൂല്യം. ആ ഒരു ചെറിയ പിന്നെ പ്രപ്പോസ് ഡേയുടെ ഒന്നും കൊടുക്കാറുണ്ട് കേട്ടോ. എന്തിപ്പോ കൊടുത്ത് പ്രപ്പോസ് ചെയ്യാറ്? May 18th ഞങ്ങൾ പ്രപ്പോസ്. ഈ എന്താ കണ്ണുള്ളിരിക്കണ? ഞാൻ വെച്ച് പ്രപ്പോസ് ഡേ എന്ന് പറഞ്ഞൊരു ഡേ വാലന്റൈൻസ് വീക്കിൽ അതല്ല, അല്ല, ആ വീക്കിനല്ല. ഞാൻ പ്രപ്പോസ് ചെയ്തിരുന്ന ആ ഡേയും May 18th. ഞാൻ കൊടുക്കാറുണ്ട്. അത് എന്താ കൊടുക്കാറ്? ഡയറി മിൽക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ്, അല്ലെങ്കിൽ ഡയറി മിൽക്ക്. ഡയറി മിൽക്ക് ഭയങ്കര ഡയറി മിൽക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് എന്തെങ്കിലും. ഡയറി മിൽക്ക് മതി എനിക്ക്. എന്ത് അപ്പൊ പിണക്കൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയാണോ സോൾവ് ചെയ്യാ? അയ്യേ, പണക്കത്തിന്റെ ഭീകരത അനുസരിച്ചിരിക്കും. അതെങ്ങനെ സോൾവ് ചെയ്യാ? ഡയറി മിൽക്ക് വലിയ പടക്കാണെങ്കിൽ ഡയറി മിൽക്ക് പറ്റില്ല, വലിയ എന്തെങ്കിലും വേണം. അതെന്താ വലുത്? ഇപ്പൊ കഴിഞ്ഞ എറണാകുളത്ത് ഇപ്പൊ കുറച്ച് നേരത്തെ അവള് പറഞ്ഞില്ല, ഇവിടുത്തെ പോകുമ്പോൾ ലോഡഡ് പ്രൈസ്. കഴിഞ്ഞ എറണാകുളത്ത് പോയപ്പോ തല്ലുപടി കഴിഞ്ഞപ്പോ അവൾ എന്നോട് പറഞ്ഞു, എനിക്കൊരു ഡയറി ലോഡഡ് പ്രൈസ് വാങ്ങി തന്നെ ഞാൻ മിണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ലോഡഡ് പ്രൈസ് വാങ്ങി തന്നെ നീ മിണ്ടാവും. ഏറ്റില്ല, ഒത്തില്ല. അത് ഓരോ ഇൻസിഡന്റ് അനുസരിച്ചിട്ട് അതിന്റെ ഭീകരത കൂടും, അത്രേ ഉള്ളൂ. പക്ഷെ ഗിഫ്റ്റ് ചെയ്യാറുണ്ട് എല്ലാ വാലന്റൈൻസ് ഡേ. ഡയറി മിൽക്ക് എങ്കിലും എന്തായാലും ഉണ്ടാവും. അത് അന്നേ മുതൽ ഇപ്പോഴും അങ്ങനെ. ഇപ്പൊ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് വാലന്റൈൻസ് ഡേ ഉണ്ടായിരുന്നു. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് വാലന്റൈൻസ് ഡേസ് ഒക്കെ വരുമ്പോ എന്താണ് ഒരു ഡിഫറൻസ്? ഇപ്പം ജീവിതത്തിന്റെ പ്രാരാബ്ദത്തിൽ അതൊക്കെ ഓർക്കാറുണ്ടോ? പണ്ടത്തെ പോലെ തന്നെ ഓർക്കാറൊക്കെ ഉണ്ട്. നമ്മള് ഡയറി മിൽക്ക് കൊടുക്കുന്നത് ചേച്ചി കൊടുക്കാറുണ്ടോ? എന്താ കൊടുക്കാറ്? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നിട്ട് 2 ഡയറി മിൽക്ക് അവള് തന്നെ തിന്നും. ഡയറി മിൽക്കും പൊന്നൂസും ആണ് മെയിൻ. ഡയറി മിൽക്ക് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറി മിൽക്ക് ഞാനത് കഴിക്കും. That's all. ഞാനും കഴിക്കും, കുറച്ച് കഴിക്കും. ഞാൻ അധികം കഴിക്കാറ് അങ്ങനെയല്ല. അങ്ങനെയൊന്നല്ല, എന്തൊരു ഷുഗർ ഷുഗർ ഒഴിവാക്കാൻ പറ്റുന്ന സാഹചര്യം ഞാൻ ഒഴിവാക്കി. തേങ്ങയാണ്. ഇപ്പൊ തന്നെ കോഫി കുടിച്ചപ്പോ ഞാൻ ഷുഗർ ഇട്ടില്ല, ഫോർ എക്സാമ്പിൾ. വിഷ്ണു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷുഗർ നോക്കില്ല, ഒന്നും നോക്കില്ല. അതിപ്പോ മനുഷ്യന്മാരല്ല, വിഷമം ഷുഗർ നോക്കലൊന്നും നോക്കില്ല. അതെ, മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഞാൻ അവോയ്ഡ് ചെയ്യാറുണ്ട്. അപ്പം വാലന്റൈൻസ് ഡേക്ക് എന്താണ് ആക്ച്വലി വാലന്റൈൻസ് ഡേ നിങ്ങളുടെ ഒരു കോൺസെപ്റ്റിൽ? അങ്ങനെ ഒരു ഡേക്ക് ഒരു പ്രാധാന്യം ഉണ്ടോ ഇന്നത്തെ കാലഘട്ടത്തില്? വാലന്റൈൻസ് ഡേ എന്താന്നുള്ളത് എനിക്കറിയില്ല. എന്റെ അറിവില്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റോസാപ്പൂ കൊടുക്കും. ഇഷ്ടമുള്ള പെണ്ണിനെ പ്രപ്പോസ് ചെയ്യും, ഇഷ്ടമുള്ള ചെക്കനെ പ്രപ്പോസ് ചെയ്യും. അതിന് നമുക്ക് പ്രപ്പോസ് ഡേ വേറെ ഉണ്ടല്ലോ. വാലന്റൈൻസ് ഡേ എന്തിനാണ്? ശരിക്കും ഒരു വിശുദ്ധന്റെ എന്തോ ദിവസമാണ്, അങ്ങനെയാണല്ലോ. വാലന്റൈൻ എന്ന് പറഞ്ഞ ഒരു വിശുദ്ധന്റെ ദിവസമാണ്. അങ്ങനെയുണ്ട്. വിശുദ്ധനൊക്കെ ഉണ്ടോ? ഏതാണ് വിശുദ്ധൻ? വാലന്റൈൻ. വിശുദ്ധനാണെന്ന് ഞാൻ അറിയില്ല. വാലന്റൈൻസ് ഡേക്ക് വേറെ പരിപാടികൾ അറിയാന്ന്. അല്ലാണ്ട് ഇപ്പൊ വേറെ എന്താ പരിപാടി എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. എന്ത് ചേച്ചി ഭക്തിമാർഗായോണ്ട് അത് മാത്രം അറിയുള്ളൂ. അല്ലല്ല, നമുക്ക് പാർട്ടി മൂടായോണ്ട് അതല്ല. ഞാനത് വായിച്ചു. പള്ളിയിലൊക്കെ പാട്ട് പാടാറുള്ള ആളാ. പള്ളിയായിട്ട് കുറച്ചുകൂടി കല്യാണം കഴിഞ്ഞതോടുകൂടി പള്ളിയിലെ പട്ടുകാരി ചേട്ടൻ അങ്ങനെ സാഹചര്യങ്ങൾ സമ്മർദ്ദം. അതെ, നമ്മള് പള്ളിക്ക് അങ്ങനെ അധികം പോരും. പള്ളിക്ക് പോകും, ദൈവവിശ്വാസമൊക്കെ ഉണ്ട്. പള്ളിക്ക് പോലൊക്കെ പക്ഷെ ഭയങ്കര കുറവാണ്. ഞായറാഴ്ച ഞങ്ങൾ ഒന്നെങ്കിൽ കൊച്ചിയിലായിരിക്കും, അല്ലെങ്കിൽ തൃശ്ശൂരായിരിക്കും. അവിടെയൊക്കെ പള്ളിയുണ്ട്, പോവില്ല. പക്ഷെ അവിടെ വേറെ സാഹചര്യങ്ങൾ ഉണ്ടാവാറില്ല. കാരണം ഞങ്ങൾ എണീക്കുമ്പോ ലേറ്റ് ആവില്ലേ, വൈകുന്നേരം കുർബാനുണ്ട്. എന്നാലും കുർബാന പള്ളിയിലേക്ക് പോകണം നിർബന്ധമുണ്ടോ? ഉണ്ടോ? അല്ല പറയൂ, ഉണ്ടോ? എന്റെ വീട്ടിലുണ്ട്, എനിക്കങ്ങനെ ഇല്ല. അതാണ്, അത്രേ ഉള്ളൂ. അല്ല, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്, പേഴ്സണൽ ലൈക്ക് ഇഷ്ടങ്ങളാണ്. വിശ്വാസം ഉള്ളിലുണ്ടായ പോലെ. ചേച്ചിക്ക് അതൊരു വിശുദ്ധന്റെ ദിവസമാണ് വാലന്റൈൻസ് ഡേ. ചേട്ടനെ സംബന്ധിച്ച് അതെന്താണ് വാലന്റൈൻസ് ഡേ? നേരത്തെ സാറ് ക്വസ്റ്റ്യൻ ഉള്ളിലുണ്ടായത്, ഇപ്പോഴാ ചോദിച്ചത്. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം കവിതാക്കള് എന്താ ലവേഴ്സ് അവർക്ക് വേണ്ടിട്ട് ഒരു ദിവസം അവര് മാറ്റി വെച്ച് എന്താ അവര് സ്പെൻഡ് ചെയ്യണത് ആ ഒരു ദിവസം. പക്ഷെ അത് കൂടുതല് ഇവിടേക്കാളും കൂടുതൽ ഞാനത് കണ്ടേക്കണത് പാരീസിലൊക്കെ. അവിടെ അടിപൊളി. അവിടെ കുറെ അന്ന് ഐഫിൽ ടവറിന്റെ അവിടെയൊക്കെ കുറെ ആൾക്കാരുണ്ടാവും, കുറെ വലിയ ഫ്ലവേഴ്സ് ഒക്കെ പിടിച്ച് കപ്പിൾസ് ഉണ്ടാവും. അവര് കിസ് ചെയ്യുണ്ടാവും, ഹഗ് ചെയ്യുണ്ടാവും, ഗിഫ്റ്റുകൾ കൊടുക്കണ്ടാവും. തോന്നാറുണ്ട്. ഞാൻ ആ മൊമെന്റില് ആ പാർട്ട്ണർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ, ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ തോന്നാറുണ്ട്. പാർട്ട്ണർ എന്റെ പേര് പറയും. എന്താണിത്? അതെ, ആ സമയത്ത് അവൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു തോന്നാറുണ്ട്. പാരീസിൽ അവര് കുറച്ചും കൂടി അത് അങ്ങനെയാണല്ലോ, എക്സ്പ്ലോർ ചെയ്യാറ്. അവരങ്ങനെയാണ്. അവരുടെ എക്സ്പ്രഷൻസ്, അവരുടെ വികാരങ്ങളൊന്നും അവര് മറച്ചു വെക്കില്ല. പബ്ലിക് ആയിട്ട് തന്നെ അവര് കാണിക്കും. ശരിക്കും അങ്ങനെ ആകണം നമ്മുടെ. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടില് ഈ മറ്റേ ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത്
ആരും ഇതൊന്നും എല്ലാം മൂടി വെച്ചിരിക്കുകയാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ബാക്കിയുള്ളവരുടെ ജീവിതത്തിലേക്ക് എല്ലാവർക്കും ഒന്ന് എത്തി നോക്കാനായിട്ട് ഭയങ്കര ഒരു ത്വര. പക്ഷെ അവിടെ അങ്ങനെയല്ല, എല്ലാം ഓപ്പൺ ആണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല അവിടെ. ഞാൻ ആലോചിക്കാം, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ പബ്ലിക്കായിട്ട് ഞാൻ കിസ് ചെയ്യാൻ തോന്നുമ്പോ എന്താ കിസ് ഞാൻ ചോദിക്കാറുണ്ടല്ലോ, അപ്പൊ നീ സമ്മതിക്കാറില്ലല്ലോ. പബ്ലിക്കായിട്ട് കിസ് ചെയ്യണം ഇതല്ലേ ഞാൻ ചോദിച്ചിട്ടുണ്ട് അവളോട് ഇത്ര നല്ല വലിയ പ്ലാറ്റ്ഫോം വേറെ കിട്ടില്ല. അല്ല ഞാൻ അവളോട് പറയണ്ട് കിസ് ചെയ്യാൻ തോന്നി കഴിഞ്ഞാൽ കിസ് ചെയ്യണം. അതിപ്പോ പബ്ലിക്കാണ് എവിടെയാണോ നോക്കേണ്ട ആവശ്യം, അതിനിപ്പോ എന്താ പ്രശ്നം ഞാൻ ചോദിക്കാറുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ ആള് പിന്നെ സമ്മതിക്കാറില്ല. നമ്മുടെ നാട്ടിൽ ഞാൻ സമ്മതിച്ചില്ല, പക്ഷെ ഞാൻ പാരീസിൽ പോയപ്പോ സമ്മതിച്ചല്ലോ. പബ്ലിക്കായിട്ട് നമ്മള് കിസ് ചെയ്തല്ലോ ഇല്ലേ? അതുണ്ട്. നമ്മള് നിക്കുന്ന സറൗണ്ടിങ്സും അതെ, നമ്മൾ അപ്പിയർ ചെയ്യാൻ പോകുന്ന ഓഡിയൻസ് അത് മാറ്റർ ആണ്. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ബോധേടല്ല, ആള് ബോധേടല്ല, പക്ഷെ ഞാൻ ബോധേടാണ്. ഞാൻ പാരീസിൽ പോയപ്പോ നമുക്ക് കിസ് ചെയ്യാന്ന് പറഞ്ഞപ്പോ ഞാൻ കിസ് ചെയ്തു പബ്ലിക്കായിട്ട്. അതും ഫുൾ റഷ് റോഡ് പബ്ലിക്കായിട്ട് നമ്മൾ കിസ് ചെയ്തു. അങ്ങനെയാണ്. അവരാരും മൈൻഡ് ചെയ്യില്ല, കാരണം അവരിത് കണ്ട് പഴകിയതാണ്. അതൊരു കിസ് അതായിരിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ അത് നടന്നു പോകുമ്പോ മാറി അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ അത് അങ്ങനെ കണ്ട് ശീലിച്ചിട്ടില്ല. അതുകൊണ്ട് അത് എല്ലാവർക്കും എന്തോ വലിയൊരു കാര്യമാണ്. എന്നാലും ഞാൻ പിന്നെ അത് തന്നെ പറയാണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു കിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതൊരു കിസ് ചെയ്യാം, കുഴപ്പമില്ല. ഇന്ന് നമ്മളൊരു കിസ് പാലക്കാടിന് എടുത്തിട്ട് വന്നേ, കുഴപ്പമില്ല, ഒരു കിസ് മതി. എനിക്ക് നാണ ചേട്ടനാണല്ലോ, ചേട്ടൻ ഓക്കെയല്ലോ. ദേ ചേച്ചി വന്നേരും. പക്ഷെ ഇങ്ങനത്തെ കിസ് അല്ലാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി, ഫ്രണ്ട്സായിരുന്നോ? അങ്ങനെ വേണോ? അങ്ങനെ വേണ്ട, അത്ര വേണ്ട. ഇപ്പൊ രണ്ടുപേരുടെ കയ്യിൽ ഫോണില്ലേ, നമുക്കൊരു മനപ്പൊരുത്തം റൗണ്ടിലേക്ക് കിടക്കാം. എന്തായാലും 11 വർഷമായിട്ട് പ്രേമിച്ചു, മനസ്സിലാക്കുന്നു എന്നൊക്കെയാണല്ലോ പറയപ്പെടുന്നത്. നമ്മള് പ്രേമിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൂ, മനസ്സിലാക്കി എന്ന് പറഞ്ഞിട്ടില്ല. എന്തിനാ ഫോൺ എന്തിനാ? അപ്പൊ നമ്മള് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ചേച്ചിക്ക് എന്താ ഇഷ്ടമുള്ളതെന്ന് ചേട്ടന് എഴുതാം, ചേട്ടൻ എന്താ ഇഷ്ടമുള്ളതെന്ന് ചേച്ചി എഴുതാം. ഏതിലാ എഴുതണ്ട? നോട്ടിലാണോ? അത് ഏതിൽ വേണേ എഴുതിക്കും, ഞങ്ങൾക്ക് ആൻസർ കാണിച്ചു. നോട്ടിൽ എഴുതാട്ടോ, പറഞ്ഞോ. ഓക്കെ, ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള ആൻസർ ആയിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പൊ നിങ്ങൾ രണ്ടുപേരും വെഡിങ് ഡേറ്റ്. ഡേറ്റ് എന്ന് പറയുമ്പോ നമുക്ക് ഇയർ വേണം, മന്ത് വേണം, ഡേറ്റും വേണം. അങ്ങനെയാണ്? അങ്ങനെ വേണം, ഇയർ ഇല്ലാണ്ടൊന്നും പറ്റില്ല. അത് കറക്റ്റാണ്, അതല്ലേ നേരത്തെ പറഞ്ഞേ. അത് ഞാൻ ചോദിച്ചില്ലേ, അപ്പൊ നല്ല കുഴപ്പമില്ല, എഴുതിക്കോ. വർഷം കൊറോണ ഇയർ 2020. അല്ലെ പറയണോ? ആൻസർ പറയണോ? അല്ല, കാണിക്കേ, നോക്കട്ടെ. കാണിക്കണോ? രണ്ടുപേരുടെ ഒന്നാണോന്ന്. 29 30 ചേച്ചി 30 എഴുതിയേ. അല്ല, അതെനിക്ക് എപ്പോഴും മാറാറുണ്ട്. ആദ്യം ഡേറ്റ് 30 ആയിരുന്നു, നവംബർ 30 ആയിരുന്നു. പിന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് 29 ആക്കി. അതെന്താ മാറ്റാൻ കാരണം? അത് ആളുടെ സിസ്റ്റർക്ക് എക്സാം ആയി. അത് പക്ഷെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്ന എക്സാം. എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ 29 ആണോ 30 ആണോ. ഫസ്റ്റ് ആൻസർ ഈസ് കറക്റ്റ്. അപ്പൊ നിങ്ങൾ കൊറോണ കല്യാണം ആയിരുന്നില്ലേ, അപ്പൊ എങ്ങനെയായിരുന്നു അത് മാനേജ് ചെയ്തത്? 20 പേരൊക്കെ ഉണ്ടായിരുന്നു. 20 പേരെ വെച്ചിട്ട് 2 ടൈമായിട്ട് വിളിക്കുക ചെയ്തു. 2 ടൈമായിട്ട് വിളിച്ചു, രാവിലെ ഉച്ചയ്ക്ക്. അങ്ങനെ മാക്സിമം 150 ആഘോഷിക്കാൻ പറ്റാത്തൊരു വിഷമുണ്ടോ? അത് നമുക്ക് ഹൗസ് വാമിങ്ങിന് തീർക്കാം. ആഘോഷിക്കണം, പക്ഷെ ഞാൻ ഇപ്പൊ ഒന്ന് ആലോചിക്കാറില്ല അതിനെ കുറിച്ച്. വരണത് എന്തെങ്കിലും ആവട്ടെ, എനിക്ക് എങ്ങനെയും കഴിഞ്ഞു കിട്ടിയാൽ മതി. അതാണ് വീട് പണി എങ്ങനെയാണെന്ന് കഴിഞ്ഞിട്ട്, അതാണ് ചിന്ത. അത്രേ ഉള്ളൂ, അല്ലാണ്ട് അല്ല അതിന്റെ പിന്നിൽ തന്നെയാണ് ആക്ച്വലി. ഇപ്പൊ നമ്മള് കുറെ ഹോംവർക്ക് ഉണ്ടല്ലോ, ലൈക്ക് ഡിസൈൻ ചെയ്യാനാണെങ്കിലും കുറെ ആയിട്ട് അതിന്റെ പിന്നാലെ തന്നെയാണ്. ഗ്രാജുവലി അത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, പതുക്കനെ ഫൈനൽ സ്റ്റേജിലേക്ക്. ഹോപ്പ്ഫുള്ളി ഏപ്രിൽ ഓർ മെയില് ഫിനിഷ് ആവുമെന്ന് May 16th ആണ് എന്റെ ബർത്ത്ഡേ ആട്ടോ. നമുക്ക് അത് രണ്ടും കൂടി നമുക്ക് അവിടെ സെലിബ്രേറ്റ് ചെയ്യാം. May 18th ഞങ്ങളുടെ ആനിവേഴ്സറി അല്ല, ചേച്ചിയുടെ വക അവിടെ പാർട്ടി ഉണ്ട് എന്റെ ബർത്ത്ഡേ. May 18th ഞങ്ങളുടെ ലവ് ആനിവേഴ്സറി. അന്നത്തെ May 18th ഏതാ ദിവസം നോക്കിയാറുണ്ടോ? അതൊന്നും നോക്കണ്ട, ഞാൻ പറഞ്ഞില്ല. ഞാനിപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കില്ല, ഒന്നും പ്ലാൻ ചെയ്യില്ല. ചിലപ്പോ നമ്മള് പ്ലാൻ ചെയ്തിട്ടൊന്നും നടന്നില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മിണ്ടാണ്ടിരുന്ന അത്ര സമാധാനം. എക്സ്പെക്ടേഷൻ ഇല്ലാണ്ടിരുന്നാൽ ഞാൻ തന്നെ ലൈഫ് കൂളാണ് അല്ലേ. നമ്മള് കൊറേ മുമ്പേ
തിങ്ക് ചെയ്യുന്നോണ്ടാണ് പ്രശ്നം വരുന്നത്. ഭയങ്കര ഫ്യൂച്ചറിനെ പറ്റി വെറിയിടാവേണ്ട ആവശ്യമില്ല. എല്ലാത്തിനെ കുറിച്ച് പറയാൻ വേണ്ടി മതി. പക്ഷെ എത്ര ആലോചിക്കണ്ടെന്ന് വിചാരിച്ചാലും നമ്മൾ ആലോചിച്ചു പോകും. അതും ഒരു നമ്മൾ അങ്ങനെയാണ്, ഹ്യൂമൻസ് അങ്ങനെയാണ്. അങ്ങനെയാണ്. ഹ്യൂമൻ സൈക്കോളജി അതായത് ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. ചേച്ചിയുടെ ഫേവറേറ്റ് ഫുഡ് ചേട്ടൻ ഏതാ? ചേട്ടന്റെ ഫേവറേറ്റ് ഫുഡ് ചേച്ചി ഏതാ? ചേട്ടന്റെ ഫേവറേറ്റ് ഫുഡ് അല്ല ഡിഷ് ആണോ അതോ നോർമൽ ഡിഷ്? മെയിൻ കോഴ്സ് എഴുതണമെങ്കിൽ മെയിൻ കോഴ്സ് എഴുതാൻ നോ ഇഷ്യൂസ്. നിങ്ങക്ക് എങ്ങനെ വേണ്ടേ? മെയിൻ കോഴ്സ് ആണോ വേണ്ടേ? എന്താണോ അപ്പൊ ഭയങ്കര ടയേർഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇത് കഴിക്കണം, അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് ഇത് ഇവിടെ പോണടാ, ഇത് കഴിക്കണടാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ഉണ്ടാവില്ലേ, അത് ഏതായിട്ടാ? അങ്ങനെ ഞങ്ങൾ അത്ര നാളത്തേക്ക് വെയിറ്റ് ഞങ്ങള് തോന്നി കഴിഞ്ഞാൽ അപ്പൊ തന്നെ പോകും. പക്ഷെ അങ്ങനെ ഫേവറേറ്റ് ഐറ്റം എന്ന് പറയാനായിട്ട് അല്ല ഇവളുടെ ഞാൻ എഴുതിയിട്ടുണ്ട്. നീ എന്താ എഴുതിയാണ്? അല്ല ആദ്യം അവള് പറയണ്ടേ? എന്താ നീ എന്താ എഴുതിയാണ്? അല്ല ചേച്ചിയുടെ ഫേവറേറ്റ് ഫുഡ് എന്താന്ന് പറ. എന്റെ ഫേവറേറ്റ് ഫുഡ് KFC കഴിക്കാൻ ഇഷ്ടമാണ്. കറക്റ്റ് ആണ്. അത് ആൾക്കറിയാം. എനിക്ക് ചിക്കനൊക്കെ തന്നെ ഇഷ്ടം. ചിക്കനാണോ? ചിക്കൻ അല്ല ചേച്ചി എഴുതിയേ. ഞാൻ ബീഫ്, മാങ്ങാക്കറി, റൈസ്. അത് പക്ഷെ നമുക്കൊരു വികാരല്ലേ, തൃശ്ശൂർക്കാർ അങ്കമാലി ഏരിയ ഒക്കെ ഞാൻ എല്ലാ സാധനങ്ങളും എവിടേക്ക് പോയാലും ഇത് ഓർഡർ ചെയ്യാം. ചേട്ടന് എത്ര വയസ്സായിന്ന് ചേച്ചി എഴുതാ, ചേച്ചിക്ക് എത്ര വയസ്സായിന്ന് ചേട്ടൻ എഴുതാ. വയസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും എനിക്ക് വേണ്ട. ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി തരണോ? ഓ ഇപ്പൊ എഴുതി തരും. വീരവാദം അടിച്ചിട്ട് തെറ്റിപ്പോയി. ഇല്ല കറക്റ്റാണ്. ഡേറ്റ് ഓഫ് ബർത്ത് എഴുതിയാ പോരെ? വയസ്സ് പറയണോ? വേണ്ട, വയസ്സ് കുഴപ്പമൊന്നുമില്ല. ഡേറ്റ് ഓഫ് ബർത്ത് കാണിച്ചു കഴിഞ്ഞാൽ എന്തായാലും മനസ്സിലാവില്ല എത്ര വയസ്സായിന്ന്. തന്നെ വയസ്സ് പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ചോദ്യാ? അതിപ്പോ ചോദിക്കണ്ട, സസ്പെൻസ് ആവട്ടെ. എന്ത് വയസ്സാ? ഓക്കെ, ഞാൻ എഴുതി. ഡേറ്റ് ഓഫ് ബർത്ത് എഴുതിക്കരുത് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഭയങ്കര പ്രായം കുറഞ്ഞൊരു കപ്പിളാന്ന് വിചാരിച്ചു. ഞാൻ പറയാം, ചേട്ടനൊരു 11 വർഷം കല്യാണം കഴിഞ്ഞു എന്ന് പറയുമ്പോഴാണ് എനിക്ക് ഈ ഡൗട്ട്. 20 വയസ്സിൽ കല്യാണം കഴിച്ചു. 20 വയസ്സിൽ കല്യാണം കഴിച്ചതാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ വിചാരിക്കണ ഒരു 30 വയസ്സേ ഉണ്ടാവുള്ളൂ. പക്ഷെ ചേട്ടനെ കണ്ടു കഴിഞ്ഞാൽ ഒരു 28 വയസ്സ്, ചേച്ചിനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രായം കുറവ്. എന്റെ ഒക്കെ ഒരു ഏജേ പറയുള്ളൂ, 23, 24. ഇല്ലില്ല, ഭയങ്കര ബ്ലഷ് ഇട്ടത് കൊണ്ടാണ്. സത്യം പറ. സത്യമായിട്ട് ഞാൻ ബ്ലഷ് ഇട്ടിട്ടില്ല. ഞാൻ മുഖത്തൊരു സാധനം ഇട്ടിട്ടില്ല. ലിപ്സ്റ്റിക് മാത്രം. ലിപ്സ്റ്റിക് ഇട്ടുണ്ട്, ഐഷാഡോ ഇട്ടുണ്ട്. ദാറ്റ്സ് ഓൾ. പറഞ്ഞിട്ടില്ല. ആയിക്കോട്ടെ. ലിപ്സ്റ്റിക് ഭയങ്കര നല്ല ഷെയ്ഡാണ്. Sephora 130 guys. നമ്മള് പ്രൊമോഷൻ പറഞ്ഞ പോലെ പാരീസിൽ പോയപ്പോ മേടിച്ചതാ. അന്ന് എനിക്കത് 2 വർഷം മുമ്പാണ്. 2 വർഷം മുന്നാണ് ലിപ്സ്റ്റിക് അത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അത് മാത്രം. എനിക്ക് വേറെ ഒറ്റ ഷെയ്ഡ് പോലും യൂസ് ചെയ്തിട്ട് ഒരു സമാധാനം കിട്ടില്ല. ലാൻകോമിന്റെ നല്ല ബ്രാൻഡാണ്. അല്ല അതല്ല, ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് പിന്നെ ഞാൻ വേറെ ബ്രാൻഡുകൾ ഇട്ട് നോക്കിയിട്ടുണ്ട്. ഈവൻ മാക്കിന്റെ വരെ ഞാൻ ഇട്ട് നോക്കി, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഇഷ്ടായില്ല. ഞാൻ ഇത് പാരീസിൽ നിന്ന് തന്നെ അവളെ കൊണ്ട് എന്റെ ഫ്രണ്ടിനെ കൊണ്ട് വരുത്തിച്ച് 2 കൊണ്ടുപോയാൽ മോളേന്ന് പറഞ്ഞിട്ട് വരുത്തിച്ചപ്പോഴെനിക്കൊന്ന് സമാധാനായിരുന്നു. അത്ര നാളെ ഏത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തപ്പോ ഞാൻ 3-4 ഒരുമിച്ചിട്ടാണ്. അത് ഞാനും മിക്സ് 4 ഒരുമിച്ചിട്ട് ഏകദേശം ഈ ഒരു കളർ കിട്ടാൻ വേണ്ടി. പക്ഷെ ഈ കളർ കിട്ടില്ല. ഓ ഇതങ്ങോട്ട് കയ്യില് കിട്ടിയപ്പോ ആ ഒരു വീഡിയോ എനിക്ക് എടുത്തിട്ടില്ല. ഏതാ? Sephora 130. ഇതങ്ങോട്ട് കിട്ടിയപ്പോ എന്റെ ആ ഒരു ജീവൻ നേരെ വീണു. സത്യമായിട്ടും അതേവരെ ഞാൻ അങ്ങനെ ലിപ്സ്റ്റിക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാത്ത ലിപ്സ്റ്റിക് അന്ന് ഞങ്ങള് പാരീസിൽ എന്നിട്ട് ട്രൈ ചെയ്തിട്ട് അപ്പൊ തന്നെ മേടിച്ചു. പിന്നെ ഇതിന് മുൻപ് ഞാൻ പാരീസിൽ നിന്ന് വന്നപ്പോ ഞാൻ സെഫോറന്റെ തന്നെ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ ഇതെന്റെ കയ്യില് കിട്ടി തുടങ്ങിയപ്പോ എനിക്ക് ഒരു ഒബ്സെഷനായി. ഓ എനിക്ക് ലിപ്സ്റ്റിക് ഇല്ല, ഞാൻ ഇറങ്ങില്ല.
ഞാൻ ലിപ്സ്റ്റിക് രാത്രി ഉറങ്ങുമ്പോ വരെ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ട് കിടക്കാം. ഇത് കിട്ടിയ പിന്നെ അതെന്താന്ന് എനിക്കറിയില്ല. എനിക്ക് അത്രയധികം ഈ ഒരു കളറിനോട് അത്രയധികം ഇഷ്ടമായിരുന്നു. കാരണം ഇതിട്ട് കഴിഞ്ഞാൽ എനിക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മുഖം തന്നെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. കാരണം അപ്പൊ അതെനിക്ക് തന്നെ മനസ്സിലായി. ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ കൊള്ളാലോ, എന്തൊരു കളറാ വെച്ചേക്കണേ മുഖം, അങ്ങനെ എനിക്ക് തോന്നി തുടങ്ങി. ഞാൻ ഉറങ്ങുമ്പോഴായി സാധനം ഇട്ട് കിടക്കും. ഉറങ്ങുമ്പോ ഞാൻ കിടക്കും. ഉറങ്ങുമ്പോ ഈ സാധനം എല്ലാ ദിവസം അല്ലാട്ടാ, ഉറങ്ങുമ്പോ ഞാൻ കണ്ടിട്ടുണ്ടോ ഉറങ്ങുമ്പോ ഞാൻ ഇട്ട് കിടക്കാറുണ്ട്. എന്നാലും ഉറങ്ങുമ്പോ നമ്മള് ലിപ്സ്റ്റിക് ഒന്നും മേക്കപ്പ് ഇടാൻ പാടില്ല, എന്നാലും ഞാൻ ഇട്ട് കിടക്കും. അത്രയ്ക്ക് ഒബ്സഷൻ ആണെന്നാണോ? സത്യമായിട്ട് എനിക്ക് അത്ര ഒബ്സഷൻ ആയി. ഇത് കിട്ടി പിന്നെ ഈ ഷെയ്ഡ് മാത്രമേ ഞാൻ ഇടുള്ളൂ കേട്ടോ, വേറെ ബ്രാൻഡൊന്നും ഞാൻ ഇട്ടില്ല. പക്ഷെ ഇത് ഉറങ്ങുമ്പോൾ ഇട്ട് കിടക്കും. എനിക്ക് ഈ ഷെയ്ഡ് എന്റെ ലിപ്പൊന്നും കളയാനേ ഇഷ്ടമല്ല. ഞാൻ ഇപ്പൊ മുഖം വാഷ് ചെയ്യുന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ ആൾക്കാരുണ്ടോ? മുഖം വാഷ് ചെയ്യുന്നുണ്ടെങ്കിലും കൂടി ചുണ്ടുമ്പത് കളയാതെ ഇങ്ങനെ വെക്കും. അങ്ങനെ ഇച്ചിരി ഞാൻ അവിടെ വെക്കും. അതൊരു നിർബന്ധമാണ്. പല്ല് തേച്ചില്ലെങ്കിലും സത്യമായിട്ട് പല്ലുമരത്തേക്ക് ഞാൻ വന്നപ്പോ ഞാൻ കണ്ടിച്ചെന്നില്ല, പല്ലുമരം ഞാനടുത്ത് കളഞ്ഞ പല്ല് കുടിക്കണം പറഞ്ഞിട്ട്. എനിക്ക് അത്ര ഇഷ്ടം ഈ ഷെയ്ഡ്. ഓക്കെ, ബൈ ദ വേ നമ്മുടെ വയസ്സ് ഞാൻ പറഞ്ഞു 28, 24. അയ്യോ അത് ശരിയാണല്ലോ. അന്ന് ഞാൻ പറയാം, ഒരു മിനിറ്റ്. അപ്പൊ ചേച്ചിക്ക് 20 വയസ്സ് കൂട്ടാം. 20 11 വർഷം. അപ്പൊ ചേച്ചിക്ക് 31 വയസ്സായോ? പിന്നെ തേങ്ങയുടെ അവൾക്ക് 28. ഡേറ്റ് ഓഫ് ബർത്ത് 3/10/1997. ഓക്കെ. സ്റ്റെബി ബാബുവിന് 31, അതായത് ഈ ഇയർ 32 ആവും. മാർച്ചിലേക്ക് 32 ആവും. 16/3/94. ഓക്കെ. ഞാൻ ചോദിക്കാൻ വന്നത് എന്താ അറിയോ, കാരണം ഒരു മുടി പോലും നരച്ച് നമുക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. അത് മുടിയില്ലാത്ത ട്രെൻഡിലേക്ക് വന്നതാണ്. എന്തുകൊണ്ടാണ് മൊട്ടത്തല? അല്ല, എന്റെ മുടി ഓൾറെഡി കൊഴിഞ്ഞു തുടങ്ങി. ഞാൻ ആദ്യം ഖത്തറിലായിരുന്നു, അപ്പൊ മുടി കുറച്ച് ഹെയർ ഫാൾ ആയി. പിന്നെ പാരീസ് ചെന്നപ്പോ കുറച്ചും കൂടി ഹെയർ ഫാൾ ആയി. പിന്നെ ഞാൻ വിചാരിച്ചു ഹെയർ വേണ്ട, അങ്ങനെ കളയാന്ന് വിചാരിച്ചു. ട്രിം ചെയ്ത് നടക്കാറുള്ളൂ. കല്യാണം കഴിഞ്ഞപ്പോ മുടി ഉണ്ടായിരുന്നു, ഉള്ളൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി. പിന്നെ ഇങ്ങനെ ട്രിം ചെയ്ത് നടക്കാന്ന് വിചാരിച്ചു. ഇങ്ങനെ നടക്കും. ഇപ്പൊ ഇതാണ് എനിക്ക് തോന്നുന്നു ഒരു 3-4 ഇയേഴ്സ് ആയിട്ട് ഇങ്ങനെ നടക്കുന്ന മുടിയില്ലാത്തവരായിരിക്കും അങ്ങനെ നടക്കും. അതെ, മുടിയില്ലാത്തവർക്ക് പിന്നെ നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നടക്കും. ഇപ്പൊ ഐഡന്റിറ്റി പെട്ടെന്ന് ആളുകൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മൊട്ടത്തല കാണുമ്പോ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫേവറേറ്റ് മ്യൂസിക് സോങ്, ഫേവറേറ്റ് സോങ്? അങ്ങനെ ഒരു പർട്ടിക്കുലർ സോങ് ഇല്ല. നമ്മള് ട്രെൻഡിനനുസരിച്ച്, മൂഡ് അനുസരിച്ച്. 90s അത് ആ പാട്ട്, അത് 90s ആയിരിക്കോ? 90s പാട്ട്. നമുക്ക് വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അത് ചോദിച്ചോ. ഫേവറേറ്റ് കളർ? പണ്ട് 10 വർഷം മുമ്പ് കൃത്യമായിട്ട് പറഞ്ഞതാ. ഫേവറേറ്റ് കളർ 10 വർഷം മുൻപ്, 10 വർഷം മുൻപുള്ളതാ ഞാൻ എഴുതിയേക്കണേ. എനിക്ക് ഓർമ്മയില്ല. പ്രേമിക്കുന്ന സമയത്ത് ഇതൊക്കെ നോക്കിണ്ടായിരുന്നു. ഇപ്പൊ ഇതൊന്നും നോക്കാൻ സമയം. ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളിൽ അങ്ങനെ ഓടി. കളറിനൊക്കെ ഒരു പ്രാധാന്യം ഇല്ലാണ്ടായി പോയി. അതെ, 10 വർഷം മുൻപ് എന്നോട് പറഞ്ഞ കളറാണ് ഞാൻ എഴുതിയേക്കണേ. നോക്കട്ടെ. എന്നിട്ടാ പിങ്ക്. അതെ ശരി, 10 വർഷം മുമ്പ് അതാ പറഞ്ഞു. ഞാൻ റെഡ് ചെയ്തായിരുന്നു. അല്ല, ഞാനും പിങ്ക് തന്നെ പറഞ്ഞേക്കണേ. ഓക്കെ, ഇനി ചേച്ചിയുടെ അമ്മയുടെ പേര്. രണ്ടുപേർക്ക് കോമൺ ആൻസർ ആയിരിക്കും. എന്റെ അമ്മയുടെ രണ്ടുപേർക്കും കോമൺ ആൻസർ ആയിരിക്കും. ശരിയാണ്. യെസ്, കോമൺ ആൻസർ ആയിരിക്കും. ചേട്ടൻ പെട്ടു. എനിക്കറിയില്ല. പെട്ടു. ഞാൻ അപ്പോളജൈസ് ചെയ്തു. ചേച്ചി ആലോചിക്കില്ലേട്ടാ. എനിക്കറിയില്ലേ. എന്റെ അമ്മയുടെ പേര് എനിക്കറിയാം, പക്ഷെ ആളുടെ അമ്മയുടെ പേര് എന്റെ അമ്മയുടെ പേരല്ല പറയാൻ പറഞ്ഞത്, നിന്റെ അമ്മയുടെ പേരെ പറയാൻ പറഞ്ഞു. നമുക്ക് ചേട്ടന്റെ അച്ഛന്റെ പേര് ചോദിക്കാം. അതാണ് എനിക്ക് കിട്ടിയിരിക്കും. ഇപ്പൊ ചേച്ചിയുടെ അമ്മയുടെ പേര് ചോദിക്കാം. എനിക്കറിയില്ല. എന്നാലും ഒരു ഗസ് അടിക്കും. ഇപ്പൊ ലിന്നി ഡേവിസ്. ഞാൻ പറഞ്ഞു മേരി, ആൾക്ക് കിട്ടില്ല, ആൾക്ക് പേരറിയില്ല. അതിന് അമ്മ ആള് മരിച്ചിട്ട് കൊറേ വർഷങ്ങളാണോ? ഞാൻ 7 പഠിക്കുമ്പോ. അതിപ്പോ ജീവിച്ചിരിക്കുന്ന അവരുടെ പേര് ചോദിക്കാം. അമ്മയുടെ പേര് എഴുത്. ഞാൻ അമ്മ വിളിക്കാറ്. അമ്മ വീട്ടിലിട്ട് എനിക്കറിയില്ല പേര്. റോസ് കിട്ടിയെന്നല്ലോ.
തൊട്ട് മുന്നിലെ ചേച്ചി അല്ല ചേട്ടാ, എനിക്കറിയില്ല ചേച്ചിയുടെ പേര് മാത്രമേ ഓർമ്മയുള്ളൂ. തോന്നുന്നു അത് അമ്മാമ്മയുടെ പേരാ. അമ്മാമ്മയുടെ പേര് ഇത്യാനം. വിത്യാനം. ആ അത് ആരും വിളിക്കല്ലോ. അതെ അതെ, മരിച്ചു പോയോണ്ടല്ലാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? നമ്മള് പേര് വിളിക്കാം, നമ്മളെ അമ്മാമ്മ അമ്മാമ്മ തന്നെ വിളിക്കാറ്. പേരിനോട് പ്രസക്തി ഇല്ല, ബന്ധത്തിനാണ് പ്രസക്തി. ആള് പറയോ പേരിലൊക്കെ എന്തിരിക്കും, വീണടുത്ത് കിടന്ന് ഉരുളാൻ പലതും പറയുന്നത്. പേരിനൊന്നും പ്രസക്തി ഇല്ല. പേരുകളൊക്കെ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ വേണ്ടിട്ടുള്ളല്ലേ, അതെ. ബന്ധങ്ങള് നമ്മൾ അറിയിക്കണം അത്ര. അപ്പൊ ചേച്ചീനെ എന്താ വിളിക്കാറ്? പൊന്നൂസ്. പൊന്നൂസ്. ചേട്ടൻ എന്താ വിളിക്കാറ്? അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പൊന്നൂസാ. വീട്ടിലൊക്കെ ആയിരിക്കുമ്പോ അങ്ങനെ, വീട്ടിലല്ല പുറത്തായാലും അങ്ങനെ തന്നെ വിളിക്കാം. പിന്നെ ഇടയ്ക്ക് സ്റ്റെബി എന്ന് വിളിക്കും, അത് ദേഷ്യം വന്നിരിക്കുമ്പോ. സ്റ്റെബി ഡിന്നി അങ്ങനെ. ഹസി വരെ ഉണ്ണി വരെ ഉള്ള ഡിന്നി. അന്നും പേരാ വിളിക്കാം. ആദ്യം മമ്മാന്ന് വിളിച്ചിരുന്നാ, പിന്നെ ഡിന്നിയായി. അങ്ങനെ വിളിക്കുക. മാറ്റാൻ നോക്കിയില്ല? എന്തിനപ്പോ അല്ല ഞാൻ പറഞ്ഞ എന്തെങ്കിലും പേരിലൊന്നും ഒരു പ്രസക്തി ഇല്ലാന്ന്. അതാ പറഞ്ഞ ഉള്ളിലുണ്ടായ പോലെ ചേട്ടന്റെ അച്ഛന്റെ അച്ഛന്റെ പേര്, അച്ഛന്റെ പേരല്ലേ? എന്നാലും അല്ല, ജീവിച്ചിരിക്കുന്ന എന്നാലും അറിയാന്നല്ലേ? ചെറുതായിട്ട് കറക്റ്റ് ആണ്. പിന്നെയും ഒരു ഫാമിലി ബോണ്ടിങ് കൂടുതലായിരിക്കുമല്ലോ. ചേട്ടൻ പെട്ടുപോയ പോലെ ചേച്ചി പെട്ടില്ല എന്ന് ഞാൻ വിചാരിക്കും. അറിയില്ല, എനിക്ക് കറക്റ്റ് അറിയില്ല. അമ്പോ, ആള് മരിച്ചിട്ട് അധികം നാളായിട്ടില്ല. 10 വർഷമായി. 10 വർഷം അധികം നാളായിട്ടില്ലേ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോ 11ാമത്തെ വർഷമായത്. കല്യാണം കഴിഞ്ഞിട്ടാ 11ാമത്തെ വർഷം. തുടങ്ങിയിട്ട് നിങ്ങളുടെ കല്യാണത്തിന് മുന്നേ മരിച്ചതല്ലേ ചേച്ചി ഇപ്പൊ പറഞ്ഞ പേര്? അതെ എന്ത് ചേട്ടൻ ഇങ്ങനെ? ശരിയാ. ചേട്ടൻ എന്നെ എടുത്തിട്ട് ക്വസ്റ്റ്യൻ കൂടി വന്നു കഴിഞ്ഞാൽ ഞാൻ പെടുന്ന ആലോചിച്ചതാ. ഏതാ ക്വസ്റ്റ്യൻ? അത് ചോദിക്കാം. ഇവളുടെ അപ്പന്റെ അല്ല, ആ മരിച്ച അപ്പല്ലേ അമ്മാമ്മയുടെ ഹസ്ബൻഡ്, നമ്മുടെ അമ്മാമ്മയുടെ ഹസ്ബൻഡിന്റെ പേര് എന്നിട്ടാ അറിയില്ല. ചോദ്യം പ്രതീക്ഷിച്ചെങ്കിൽ ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയാറില്ല. അറിയില്ല, ഞാൻ അത് ചോദിക്കാൻ വിചാരിച്ചിട്ടുണ്ടായില്ല. എന്തായാലും ചേട്ടനൊരു ധാരണയില്ല. ഞാൻ പറയില്ല, പേരുകൾ മനസ്സിലാക്കണേന് അതൊരു പ്രസക്തിയില്ല. ഞാൻ എല്ലാവരും പേര് അതെ അതെ, അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഒരു ഫാമിലി ബോണ്ടിങ് കൂടുതലായിരിക്കും. പിന്നെ ചേട്ടൻ്റെ ബിസിനസ് ഓറിയന്റഡ് ആയതുകൊണ്ടായിരിക്കും. ഞാൻ എന്റെ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് എല്ലാവരുടെ പേര് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അത് ശരിയാ, എല്ലാവരും ഞാൻ പേര് വിളിക്കാം. ഇപ്പഴായാലും ഓഫീസിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ചേച്ചിമാരുടെ പേരൊക്കെ അറിയണ്ടാവും. കുറച്ച് ആൾക്കാരുള്ളൂ, അവരാ കൂടി കുറച്ച് പേരിലുള്ളൂ, അവരുടെ പേരൊക്കെ അറിയാം. അല്ലേലും ഈ വിളിക്കുന്ന പിള്ളേരുടെ പേരൊക്കെ ആൾക്കറിയാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാത്തുള്ളൂ. എന്നാലും വേണ്ടില്ലേ, ആദ്യം എനിക്ക് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് എന്ത് മനുഷ്യനത് ഒരു കാര്യം ഓർമ്മയില്ല. എന്നാ വിളിക്കണ ആൾക്കാരുടെ ഒക്കെ പേര് അറിയാം, അവരുടെ മറ്റേ CF-ന്റെ ഡേറ്റ് അറിയാം, VFS-ന്റെ ഡേറ്റ് അറിയാം. എന്നാൽ നമ്മുടെ വീട്ടിലൊരു കാര്യം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മയില്ല അല്ലെ? ഞാൻ ചോദിക്കാറുണ്ട്. പിന്നെ ഞാൻ ആലോചിക്കേ, എന്തെങ്കിലും കാണിക്കട്ടെ, എന്തെങ്കിലും ഓർക്കട്ടെ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഒഫീഷ്യലി ഒരു പെണ്ണ് കാണലൊക്കെ ഉണ്ടായി കാണുമല്ലോ, കൊറോണ സമയത്താണെങ്കിലും. അപ്പൊ ആ പെണ്ണ് കാണൽ ചടങ്ങില് ചേച്ചി ഇട്ട ഡ്രസ്സിന്റെ കളർ ചേട്ടൻ എഴുതാം, ചേട്ടൻ ഇട്ട ഷർട്ടിന്റെ കളർ ചേച്ചി എഴുതാം. അവർക്കറിയാമോ? എനിക്കറിയില്ലടി, എന്റെ ഫോട്ടോ ഉണ്ടോ? ഞാൻ അറിയില്ലാന്ന് പറഞ്ഞില്ലേ. ഫോട്ടോ എടുക്കണ്ട ഏതെങ്കിലും ഒരു കളർ എഴുതിക്കോ. മണ്ടത്തരായാലും കുഴപ്പമില്ല, ഇത്രയും എഴുന്നള്ളിച്ചത് തന്നെ മണ്ടത്തരം. പിങ്കല്ല, ഉടുപ്പ് പോലത്തെ ഒരു സാധനം. ഒരു ബ്ലൂ ആണോ? എല്ലാ കളറും ബ്ലൂ മീൻസ് ലൈക്ക് ഒരു ലാവണ്ടർ പോലത്തെ ഉടുപ്പാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ലാവണ്ടർ കളറേ എനിക്കില്ല ചേട്ടാ, അതാരും ഞാൻ തെറ്റ് കുറ്റസമ്മതം നടത്തിയില്ലേ, ഇനി നോക്കാലോ. ഞാൻ അന്ന് ഒരു ബ്ലാക്ക് മുകളിൽ ഒരു ബ്ലാക്ക് വെൽവെറ്റിന്റെ ഒരു തുണിയും പിന്നെ താഴെ പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡും പറഞ്ഞ ഒരു ലൈൻ ഗൗൺ ഫ്രോക്ക് ഇട്ടിരുന്നത്. ഇതാണോ? ഇതാണോ? അതൊന്നല്ല ഞാൻ ഇതല്ലല്ലേ പെണ്ണ് കാണല്ലേ? പെണ്ണ് കാണുന്ന അതിന് മുന്നാണ്, ഇതിന് മുമ്പില്ല. നീ ആളിട്ടിരുന്നത് വൈറ്റ് ഷർട്ട് ഒരു ബ്ലൂ ജീൻസ്. എനിക്ക് ഓർമ്മയില്ല. സ്വന്തമായിട്ട് ഇട്ടത് ഏതാന്ന് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് 2018 പെണ്ണ് കാണാൻ വന്നത്.
ഏതോ ഒരെണ്ണം കിട്ടി അതങ്ങ് 18-ലാണോ? ഞാൻ ഇത് പാരീസിൽ കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ നോക്കി. പാരീസിലത്തെ കഴിഞ്ഞ എന്തിനാ, അതിന് മുന്നേ ഞങ്ങൾ പാരീസ് വിട്ട് ഇതുവരെ വന്നില്ല. നമ്മൾ പെണ്ണ് കാണല്ല. അതെ, അതിന്റെ ഉള്ളിലുണ്ടാവും നമ്മുടെ പഴയ ഫോട്ടോസിൽ ഉണ്ടാവും ആ ഫോട്ടോ. ഒരുപാട് അങ്ങോട്ട് ഫോട്ടോ 18 നോക്കിയാ മതി. തോന്നുന്നു ഓക്കെ ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഡ്രസ്സിന്റെ കളറൊക്കെ ആരോ കൊടുത്തു വെക്കുക. അത് ശരി, അതിനൊന്നും നമ്മുടെ ഒരു ജീവിതത്തിൽ അതിനൊരു പ്രസക്തി ഇല്ല. ഒന്നാമത്തെ ദിവസം പ്രസക്തി ഇല്ല, രണ്ടാമത്തെ ദിവസം അത് എനിക്ക് ഓർമ്മയില്ല. അല്ല, പിന്നെ പ്രയോറിറ്റീസ് മാറ്റേഴ്സ് അതൊരു പോയിന്റ് ആണ്. അവിടെ ചേച്ചി കൊണ്ടുപോയി. അതിൽ കൂടുതൽ കൺസേൺ ആവുന്നത് ഗേൾസ് ആണല്ലോ. ആര് പറഞ്ഞു? അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ പറഞ്ഞേ ഇല്ല, അങ്ങനെയല്ല. അല്ലാത്ത കപ്പിൾസ് എനിക്ക് അറിയാം, പക്ഷെ ഞാൻ അത് പറയില്ല. അതുകൊണ്ടാണ് അങ്ങനെയല്ല. അത് പ്രയോറിറ്റീസ് മാറ്റേഴ്സ് ആണ്. എനിക്ക് ഓർമ്മയില്ല. എന്നാലും പെണ്ണാണുള്ള സമയത്ത് പോലും പ്രയോറിറ്റി ആയിരുന്നില്ല. എനിക്ക് കുറച്ച് മറവിയുണ്ട്. ഇത് കഴിയുമ്പോ വീട്ടിൽ ചെന്നിട്ട് ഇത് കഴിയുമ്പോ ഒരു ഡിവോഴ്സിനുള്ള പേപ്പർ സൈൻ ചെയ്യാനായിട്ട് ആരെങ്കിലും കണ്ടു റെഡി ആയി നിന്നോളാം. അതെ, പറയാൻ പറ്റില്ല. അടുത്ത കണ്ടന്റ് ഇന്റർവ്യൂസ് ആണ് ഓരോരുത്തരും ഡിവോഴ്സ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അല്ലല്ല, ഈ അടുത്തുണ്ടായാലും ഇതുപോലെ ഒരു ഇൻസിഡന്റ്. ഞാനിത് വാലന്റൈൻസ് വീക്കിന് പ്രതീക്ഷിച്ചു. അല്ല, ഇങ്ങനെ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നണേ നമ്മുടെ ദീപിക പതുക്കോണ്ട് അതുപോലെ രൺവീർ സിംഗിന്റെ ഞാൻ തോന്നണു. അതെന്തൊരു ക്ലാഷ് ഒക്കെ ആയിട്ട് എന്തോ ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടായിരുന്നു. എനിക്ക് അറിയില്ല കറക്റ്റ് എന്താന്ന്. അത് സംഭവം ഫേക്ക് ആണോ? ആയിരിക്കും. സംഭവങ്ങൾ അങ്ങനെ ഒരു ചീത്ത പേര് ഞങ്ങൾ ആങ്കേഴ്സിന് വേണ്ടാന്ന് പറയാൻ പറ്റില്ലേ? ഈശ്വർ. അപ്പൊ നമുക്ക് അപ്പം അടിപൊളിയായിട്ട് ഈ ഒരു സെഗ്മെന്റ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇല്ല, കഴിഞ്ഞു. ഇനി വേണോ? ഇനിയും കുരുക്കുകളിൽ വേണ്ട, ഇനി വേണ്ട. ഓക്കെ. അപ്പൊ ഇത്രയും ടൈം നമ്മുടെ B4 Blaze മലയാളം പ്രേക്ഷകർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് ഇവിടെ വരെ വന്നതിന് ഒരുപാട് താങ്ക് യു. ഞങ്ങളുടെ പ്രേക്ഷകരുടെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? അതെ, ഇത്ര നേരം ഞങ്ങളെ സഹിച്ച നിങ്ങൾക്കും താങ്ക് യു. താങ്ക് യു. അപ്പം ബൈ, അടുത്ത എപ്പിസോഡിലാണ്.